നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. PSC അംഗങ്ങളുടെ നിയമനത്തിൽ യാതൊരു ക്രമക്കേടും നടന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. PSC അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് കോൺഗ്രസ് കാലത്തെന്നും മുഖ്യമന്ത്രി. ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. കെ സുധാകരനെതിരായ കൂടോത്ര വിവാദത്തിൽ പ്രതികരിക്കാതെ വി.ഡി. സതീശൻ. താൻ ഈ നാട്ടുകാരനല്ലെന്ന് വി.ഡി. സതീശന്റെ മറുപടി. തുടർ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വി.ഡി. സതീശൻ. സ്വപ്ന പദ്ധതിക്ക് സാക്ഷാത്കാരം. വിഴിഞ്ഞത്ത് കപ്പലെടുക്കുന്നു. മദർഷിപ്പ് വെള്ളിയാഴ്ച രാവിലെ 10-ന് തീരമണയും. ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് ഈ മാസം 12-ന്. തുറമുഖത്തിന്റെ സമ്പൂർണ്ണ പ്രവർത്തനം സെപ്റ്റംബറോടെയെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഹത്രസ് ദുരന്തത്തിൽ ഭോലെബാബയെ രക്ഷപ്പെടുത്തി യോഗി ആദിത്യനാഥ് സർക്കാർ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലും ഭോലെബാബയില്ല. അപകട കാരണം സംഘാടകരുടെ വീഴ്ചയെന്നും റിപ്പോർട്ട്. 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പാലക്കാട് പന്നിയങ്കരയിൽ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാനായി നടത്തിയ ചർച്ച പരാജയം. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുമെന്ന് ടോൾ കമ്പനി. ടോൾ പിരിച്ചാൽ ശക്തമായ പ്രതിഷേധത്തെ നേരിടേണ്ടി വരുമെന്ന് CPIM. യൂറോ കപ്പിലെ ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. സ്പെയിൻ ഫ്രാൻസ് സെമി ഇന്ന്. കോപ്പ അമേരിക്കയിൽ ഫൈനൽ ലക്ഷ്യമിട്ട് അർജന്റീന നാളെ ഇറങ്ങും. അർജന്റീന കാനഡ മത്സരം നാളെ പുലർച്ചെ. ഗ്രാം കൊക്കൈനുമായി വിദേശ പൗരൻ പിടിയിൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റിലായത്. കെനിയൻ പൗരൻ ഞേങ്ങ ഫിലിപ്പ് ഞൊയേഗിയാണ് പിടിയിലായത്. ഹെറോയിനുമായി അസം സ്വദേശി പെരുമ്പാവൂരിൽ പിടിയിൽ. കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S. ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി പിടിയിലായത് ഇടപാടുകാരെ കാത്തുനിൽക്കുന്നതിനിടെ. പ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നീർക്കുന്നത്തെ ബാറിൽ നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സംഭവത്തിൽ അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം നഗരൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധം നടത്തിയത്. സംഭവത്തിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം മറുപടി പറയണമെന്നും ഡിവൈഎഫ്ഐ. തിരുവനന്തപുരം നഗരൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണം മൃഗീയമെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി. ജോയ്. ഇത്തരം അക്രമി സംഘങ്ങൾക്കെതിരെ കോൺഗ്രസ് പരസ്യമായി നടപടിയെടുക്കണമെന്നും വി. ജോയ്. KSU നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസുകാർക്ക് നേരെ ആക്രമണം. പോലീസുകാർക്ക് നേരെ കല്ലും വടിയും എടുത്തെറിഞ്ഞ് KSU പ്രവർത്തകർ. സംയമനം പാലിച്ച പോലീസുകാർക്ക് നേരെയും കയ്യേറ്റം. പാലക്കാട് വെള്ളിനേടിയിൽ വാട്ടർ ടാങ്ക് തകർന്നു വീണ് 2 മരണം. മരിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളിയും 1.5 വയസ്സുകാരനായ മകനും.
തൃശൂർ ചെറുതുരുത്തിയിലെ തമിഴ്നാട് സ്വദേശിനിയുടെ മരണം കൊലപാതകം തന്നെ. മരിച്ച തമിഴ്നാട് സ്വദേശി സെൽവിയുടെ ഭർത്താവ് തമിഴരസനെ ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബസ് സ്റ്റോപ്പിൽ കൊണ്ടിട്ടതാണെന്ന് പ്രതി പോലീസിനോട്. അട്ടപ്പാടി ഷോളയൂരിൽ മാനിനെ വേട്ടയാടി കറിവെച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് ഷോളയൂർ ഊത്തുക്കുടി സ്വദേശികളായ സെൽവൻ, കുപ്പൻ എന്നിവർ. കോൺഗ്രസ് ഭരിക്കുന്ന ഇടുക്കി നെടുങ്കണ്ടം ഡീലേഴ്സ് സഹകരണ ബാങ്കിന് മുന്നിൽ സമരം ആരംഭിച്ച നിക്ഷേപകർ. നിക്ഷേപ തുകയും പലിശയും തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് സഹകാരി കൂട്ടായ്മയുടെ സമരം. ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുകയും ജലജീവൻ മിഷൻ പ്രവർത്തനം മുടക്കുകയും ചെയ്ത UDF ഭരണസമിതിക്കെതിരെ ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചു. കോഴിക്കോട് ഉണ്ണിക്കുളം ഗ്രാമപഞ്ചായത്തിലേക്കാണ് മാർച്ച് നടത്തിയത്. പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി PC ഷൈജു ഉദ്ഘാടനം ചെയ്തു. സാധാരണപ്പെട്ടവർക്ക് ഏറെ പ്രയോജനകരമായ തിരുമൂലപുരത്തെ കമ്മ്യൂണിറ്റി ഹാൾ നിലനിർത്തണമെന്നാവശ്യം. CPIM തിരുവല്ല ടൗൺ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. തിരുവല്ല നഗരസഭ ഓഫീസിലേക്കാണ് ബഹുജന മാർച്ച് നടത്തിയത്. തൃശൂർ ആതിരപ്പള്ളിയിൽ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണം. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷനിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവമുണ്ടായത്. 9-ാം ബ്ലോക്കിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ റേഷൻ കടയാണ് കാട്ടാനകൾ തകർത്തത്. തൃത്താലയിൽ നടത്തിയ വിവിധ പരിശോധനകളിൽ വാഷ്, കഞ്ചാവ്, മദ്യം എന്നിവ കണ്ടെടുത്തു. അഖിലാണം പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് 72 ലിറ്റർ വാഷ് അടക്കം കണ്ടെടുത്തത്. എക്സൈസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മലപ്പുറം നൂറാടി പാലത്തിനു മുകളിൽ നിന്നും കടലുണ്ടിപ്പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി സ്വദേശി വിപിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സ് സംഘം തെരച്ചിലിൽ കണ്ടെത്തിയത്. തുടർ നടപടികൾക്കായി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മൂവാറ്റുപുഴ MC റോഡിൽ കാർ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കോട്ടയം ഭാഗത്തു നിന്നും മൂവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിക്കുകയായിരുന്നു. ഭർത്താവ് സ്റ്റീഫനെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 65ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. പാലക്കാട് വെച്ച് നടക്കുന്ന 56ാമത് സ്റ്റേറ്റ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുത്ത മുഴുവൻ കുട്ടികളും അർഹരായി. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ യുവജന വിഭാഗമായ യങ് ഇന്ത്യൻസിന്റെ നേതൃത്വത്തിൽ ഈ വർഷം 100 പേർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ 13 പേർക്ക് ആധുനിക കൃത്രിമ കാലുകൾ നൽകി. കാസർഗോഡ് പീലിക്കോട് പുത്തിലോട്ട് മുതിർന്ന CPIM നേതാവ് VP നാരായണൻ അന്തരിച്ചു. ദീർഘകാലം തിരുവനന്തപുരം AKG സെന്റർ ഓഫീസ് ജീവനക്കാരനായിരുന്നു. CPIM അഭിവിക്ത കോടക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം, റെഡ് വോളണ്ടിയർ കാസർഗോഡ് ജില്ലാ വൈസ് ക്യാപ്റ്റൻ, പീലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്.
ആവശ്യത്തിന് ട്രെയിൻ ഇല്ലാത്തതിനാൽ പാലക്കാട് പൊള്ളാച്ചി പാതയിലെ ട്രെയിൻ യാത്രക്കാർ ദുരിതത്തിൽ. പാസഞ്ചറുകൾ ഉൾപ്പെടെ കൂടുതൽ സർവീസുകൾ വേണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ സമരം ചെയ്തിട്ടും കേന്ദ്ര സർക്കാർ യാതൊരു പരിഹാര നടപടിയും എടുത്തിട്ടില്ല. ശാലിനി മുരളിയുടെ പൈറ്റോടിക്കുക്കൻ കഥാസമാഹാരം സാഹിത്യകാരൻ കെ വിഷ്ണുനാരായണൻ ബിജു മോൻ പന്തിരുകുളത്തിന് നൽകി പ്രകാശനം ചെയ്തു. മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപ്പുളശ്ശേരിയിലായിരുന്നു പരിപാടി. CPIയും കിള്ളിപ്പാലം ബ്രാഞ്ചും സഫ്ദർ സാംസ്കാരിക വേദിയും സംയുക്തമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു. സ്വാഭിമാനം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഒഡെപെക് വഴി 139 പേർ കൂടി ജോലിക്കും പഠനത്തിനുമായി വിദേശത്തേക്ക് പോകുന്നു. ഇവർക്കുള്ള യാത്രാരേഖകൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിതരണം ചെയ്തു. വാഹനാപകടത്തിൽ 5 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. അപകടത്തിൽപ്പെട്ട ബൈക്കിന്റെ പിന്നിലിരുന്ന അമ്മയുടെ കയ്യിൽ നിന്നും തെറിച്ച് താഴെ വീഴുകയായിരുന്നു. മണ്ണഞ്ചേരി സ്വദേശി മുഹമ്മദ് റഫീഖിന്റെ മകൻ മുഹമ്മദ് ഇഷാനാണ് മരിച്ചത്. താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. ചുരം കയറുകയായിരുന്ന കാറാണ് 9ാം വളവിന് താഴെ കത്തിനശിച്ചത്. കാറിന് മുന്നിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ പുറത്തിറങ്ങി. കൽപ്പറ്റിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഡിവൈഎഫ്ഐ ഹൈക്കോടതി അഭിഭാഷക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് നാരായണ പിഷാരടി പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ വ്യവസ്ഥകളെക്കുറിച്ച് ക്ലാസ് എടുത്തു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് അശോക് M. ചെറിയാൻ, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് TA ഷാജി, അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസ്, അഡ്വക്കേറ്റ് N. മനോജ് കുമാർ, അഡ്വക്കേറ്റ് നീനു മോഹൻദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായ കുറുന്തോട്ടി കൃഷിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. M. വിജിൻ MLA നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 2ാം ഘട്ടത്തിൽ 100 ഏക്കറിലാണ് ഔഷധ കൃഷി വ്യാപിപ്പിക്കുന്നത്. കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ഒക്ടോബറിൽ യാഥാർത്ഥ്യമാകും. സ്പീക്കർ N. ഷംസീർ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിലാണ് തീരുമാനം. കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിൽ കൊടുവള്ളി ഭാഗത്തെ ഗതാഗത കുരുക്കിന് ഇതോടെ പരിഹാരമാകും. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും സർക്കാർ ജീവനക്കാർക്കുമായ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും കോട്ടയം ജില്ലാ ഭരണകൂടവും പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരെക്കുറിച്ച് മോശം പദപ്രയോഗങ്ങൾ നടത്തരുത്. ദൃശ്യമാധ്യമങ്ങൾക്കായി സുപ്രീം കോടതിയുടെ മാർഗരേഖ. ഇത്തരം പദപ്രയോഗങ്ങൾ വിവേചനം സൃഷ്ടിക്കുമെന്ന് കോടതി. സോണി പിക്ചേഴ്സിന്റെ ആക് മിച്ചോലി സിനിമയ്ക്കെതിരെ നിപുൺ മൽഹോത്ര നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. കശ്മീരിലെ കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിൽ തെരച്ചിൽ ശക്തമാക്കി സൈന്യം. ഇന്നലെ വൈകുന്നേരമുണ്ടായ ആക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിച്ചു. 6 സൈനികർക്ക് പരിക്കേറ്റു. സൈന്യവും ഭീകരരും തമ്മിൽ
രൂക്ഷമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നതെന്ന് അധികൃതർ. കർണാടകയിലെ BJP MP-യുടെ വിജയാഘോഷ പാർട്ടിയിൽ വോട്ടർമാർക്കായി മദ്യസൽക്കാരം. കർണാടക ചിക്കബെല്ലാരപുരത്തെ MP മുൻ മന്ത്രിയുമായ K. സുധാകരന്റെ വിജയാഘോഷത്തിനിടെയാണ് മദ്യം വിളമ്പിയത്. പോലീസ് സാന്നിധ്യത്തിലായിരുന്നു മദ്യസൽക്കാരം. പ്രതിയുടെ ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന ജാമ്യവ്യവസ്ഥ അംഗീകരിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. മയക്കുമരുന്ന് കേസിൽ പ്രതിയായ നൈജീരിയൻ പൗരന്റെ കേസിലാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. വ്യക്തിയുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമാണിതെന്നും കോടതി. തീവണ്ടിക്കടിയിൽപ്പെട്ട് യുവതിയുടെ കാലുകൾ നഷ്ടമായി. താനെയിലേക്ക് പോവുകയായിരുന്ന യുവതി തിരക്കേറിയ ലോക്കൽ ട്രെയിനിൽ കയറവേ കാല് തന്നെ പാളത്തിലേക്ക് വീഴുകയായിരുന്നു. ലക്ഷദ്വീപിലെ പണ്ടാരഭൂമി പ്രശ്നത്തിൽ കൽപ്പേനി ദ്വീപിൽ സംഘർഷം. ഭരണകൂടം ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന നിലപാടാണ് എടുത്തതെന്ന് ആരോപണം. പോലീസും റവന്യൂ അധികൃതരും ജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് നാട്ടുകാർ. അരുമയായ ടൈഗറിന്റെ ജന്മദിനത്തിൽ വീട്ടമ്മ നൽകിയത് 2.5 ലക്ഷം രൂപയുടെ സ്വർണ്ണമാല. സരിത സൽദാനയുടെ നായയാണ് ടൈഗർ. ജന്മദിനത്തിൽ ടൈഗറിനൊപ്പം 35 ഗ്രാം തൂക്കം വരുന്ന പ്രത്യേകം ഡിസൈൻ ചെയ്ത മാല വാങ്ങി അണിയിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കാൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ. HIV പ്രതിരോധ ഗവേഷണത്തിൽ ആശാവഹമായ പുരോഗതി കൈവരിച്ചതായി ശാസ്ത്രലോകം. വർഷത്തിൽ 2 കുത്തിവയ്പിലൂടെ HIV അണുബാധയിൽ നിന്ന് പൂർണ്ണ പ്രതിരോധം കൈവരിക്കാനാകുമെന്ന് ശാസ്ത്രലോകം. ദക്ഷിണാഫ്രിക്കയിലും ഉഗാണ്ടയിലുമാണ് ലെനാഗാപ്പവിർ എന്ന പുതിയ മരുന്നിന്റെ പരീക്ഷണം നടത്തിയത്. വെടിനിർത്തൽ ചർച്ചാ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രയേൽ ടാങ്കുകൾ വീണ്ടും ഗാസ സിറ്റിയിൽ പ്രവേശിച്ചു. മേഖലയിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയതോടെ പലായനം ചെയ്ത ആയിരങ്ങൾ. 24 മണിക്കൂറിനുള്ളിൽ 40 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഉക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 മരണം. നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള മറ്റൊരു കെട്ടിടത്തിൽ നടത്തിയ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഏതാനും മാസങ്ങൾക്കിടെ നടന്ന വലിയ ആക്രമണമാണിത്. ഹമാസുമായുള്ള ഏതൊരു കരാറും ഇസ്രയേലിന് തോൽവിയും അപമാനവുമായിരിക്കുമെന്ന് ഇസ്രയേൽ ധനമന്ത്രി ബെസാലൽ സ്മോട്രിച്ച്. വെടിനിർത്തൽ കരാറിന്റെ തുടർ ചർച്ച നടക്കാനിരിക്കെയാണ് പരാമർശം. മരിച്ചവർക്ക് സിനിമാ പ്രദർശനം നടത്തി തായ്ലൻഡിലെ ഒരു ശ്മശാനത്തിലാണ് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രത്യേക സിനിമാ പ്രദർശനം നടത്തിയത്. ഹമാസിന്റെ സായുധ വിഭാഗം ശത്രുക്കളെ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചുവന്ന വിപരീത ത്രികോണ ചിഹ്നം നിരോധിച്ച് ജർമ്മൻ പാർലമെന്റ്. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനാണ് അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത്. ബാങ്കിൽ നിന്നും 1 പെന്നി പിൻവലിക്കാൻ ശ്രമിച്ച യുവാവ് കവർച്ചാ ശ്രമത്തിന് അറസ്റ്റിലായി. അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് സംഭവം.
ഒരു പെന്നിയായി പണം പിൻവലിക്കാനാവില്ലെന്ന് ജീവനക്കാരൻ വ്യക്തമാക്കിയതിന് പിന്നാലെ യുവാവ് ശബ്ദമുയർത്തുകയായിരുന്നു. ഓസ്ട്രേലിയയിൽ വീടിന് തീപിടിച്ച് കത്തിയെരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ച സംഭവത്തിൽ നടപടി. 3 കുട്ടികൾ വെന്തുമരിച്ച അപകടത്തിന് പിന്നാലെ അഗ്നിശമന സേനയെ തടഞ്ഞ 28 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒമാനിൽ ഉച്ചവിശ്രമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് മസ്കറ്റിൽ 49 കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് തൊഴിൽ മന്ത്രാലയം അധികൃതർ. നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് പിഴ ചുമത്തി. എയർ കേരള എന്ന പേരിൽ പ്രവാസി മലയാളികളുടെ നേതൃത്വത്തിൽ പുതിയ എയർലൈൻ കമ്പനി ആരംഭിക്കുന്നു. കമ്പനിക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭ്യമായെന്ന് അധികൃതർ. ഒമാനിൽ ഒമാനികളല്ലാത്തവർക്ക് താൽക്കാലിക വർക്ക് പെർമിറ്റ് അനുവദിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം. ദഫാറിലെ ഖരീഫ് വേളയിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പെർമിറ്റ് അനുവദിക്കുക. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.